ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2024-25 വർഷത്തിലെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ മാത്തമാറ്റിക്സ്, അതായത് ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആക്ടിവിറ്റി 1 നോക്കാം. 120 നോട്ട്ബുക്ക് കോസ്റ്റ് ₹22 ഈച്ച്, ബോട്ട് ഫോർ ദ സ്കൂൾ സ്റ്റോർ. അപ്പോൾ എന്താണ്, 120 നോട്ട്ബുക്ക് സ്കൂൾ സ്റ്റോറിലേക്ക് മേടിച്ചു. ഓരോന്നിനും വില എന്ന് പറയുന്നത് എത്രയാണ്? 22 രൂപയാണ്. വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 22 ബുക്കിന് എത്ര വില ആയിട്ടുണ്ടാവാം? 120 ബുക്കിന് എത്ര വില ആയിട്ടുണ്ടാവാം? അപ്പോൾ ഒരു ബുക്കിന് വില എന്ന് പറയുന്നത് 22 രൂപയാണ്. 120 ബുക്കാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യുക? 120 × 22 ചെയ്യുക. 120 × 22 ചെയ്താൽ നമുക്ക് 2640 എന്ന് കിട്ടും. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. രമ ബോട്ട് 30 ഓഫ് ദീസ് നോട്ട്ബുക്സ് ഫോർ ₹24 ഈച്ച് ഫോർ ഹർ ക്ലാസ്. ഹൗ മച്ച് ഡിഡ് ഷീ പേ? എന്താണ്, രമ എത്ര ബുക്ക് വാങ്ങി? 30 നോട്ട്ബുക്ക് വാങ്ങി. ഓരോന്നിൻ്റെയും വില എന്ന് പറയുന്നത് 24 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും? ഒരു നോട്ട്ബുക്കിൻ്റെ വില എന്ന് പറയുന്നത് 24 ആണ്. 30 നോട്ട്ബുക്കാണ് രമ വാങ്ങിയത്. അപ്പോൾ എത്ര? 24 × 30. 24 × 30 ചെയ്താൽ 720 കിട്ടും. ഓക്കെ, ഇനി എന്താ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 30 × 24? ഈ 30 × 24 ചെയ്താൽ കിട്ടുന്ന സംഖ്യ ഇതിലേതിനോടാണ് ഈക്വൽ ആയിട്ട് ഉള്ളത്? അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് വായിച്ച് നോക്കാം. 3 × 24 + 10 × 24, 20 × 30 + 4 × 30, 30 × 25 - 1 × 25, 3 × 24 + 10 × 40. അപ്പോൾ ഏതാണ് ഇതിൽ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. 20 × 30 + 4 × 13 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എന്താണ് കൂട്ടുകാർക്ക് കിട്ടിയില്ലെങ്കിൽ ഇത് ചെയ്ത് നോക്കുക. 30 × 24 ചെയ്യുക. ആദ്യം 24 × 3 ചെയ്യുക, എന്നിട്ട് ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ആൻസറിനോട് ഈക്വൽ ആയിട്ട് ഇതിലേത് ഓപ്ഷനാണോ വരുന്നത് നോക്കുക, അതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2. ഈ നെക്സ്റ്റ് ആക്ടിവിറ്റി 2 ആണ്. ഡ്രോ ദ ഫിഗർ ഗിവൻ ബിലോ with the same measurements using a scale and a set square. ഒരു സെറ്റ് സ്ക്വയറും സ്കെയിലും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഈ ഫിഗർ നമ്മൾ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന മെഷർമെൻറ്റിൽ സ്കെയിലും സെറ്റ് സ്ക്വയറും കൂടി യൂസ് ചെയ്തിട്ട് വരച്ചാൽ മതി. അപ്പോൾ ആദ്യം 5 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററിലും ഒരു റെക്റ്റാങ്കിൾ പോലെ വരയ്ക്കുക. 5ഉം 4ഉം ആണ്, സ്ക്വയർ അല്ല. 5 സെൻറ്റിമീറ്റർ ലെങ്ത്തും 4 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും. പിന്നെ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് 2 സെൻറ്റിമീറ്റർ വരച്ചിട്ട് നമ്മൾ അതൊക്കെ ജോയിൻ ചെയ്താൽ നമുക്ക് ഈ ഫിഗർ കിട്ടും. അപ്പോൾ ഇത് കൂട്ടുകാർ വരച്ച് നോക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3. ആക്ടിവിറ്റി 3 എന്താ? 24 × 15 = 316. ഫൈൻഡ് ദ ആൻസേഴ്സ് ടു ദ ഫോളോയിങ് യൂസിങ് മെൻ്റൽ മാത്സ്. അപ്പോൾ ഇത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. 24 × 15 എന്ന് പറയുന്നത് 360 ആണ്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്നതൊക്കെ എത്രയായിരിക്കും? മെൻ്റൽ മാത്ത്, അതായത് നമ്മൾ ചെയ്ത് നോക്കാണ്ട് നമ്മൾ കണക്ക് കൂട്ടണം. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ടോ നോക്കി നോക്കാം. കിട്ടാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ലാസ്റ്റ് ബാക്കി സമയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ 24 × 15 360 ആണെങ്കിൽ 240 × 15 എന്തായിരിക്കും? 240. 24ൻ്റെ കൂടെ ഒരു 0 ചേർന്നതാണ് 240. ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പോൾ ആൻസർ 360ൻ്റെ കൂടെ എന്ത് ചേർന്നതാവും? 360ൻ്റെ കൂടെ ഒരു 0 ചേർന്നതാവും. ഓക്കെ, ഇനി എന്താ? ഇനി 25 × 15 അത് എത്ര ആൻസർ കിട്ടുക? 375
25 ആണ്. മെൻ്റൽ മാത്തിലൂടെ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ കൂട്ടുകാർ എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം. ഇനി 23 × 50 345, 24 × 16 385. ഇനി എന്താ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു 24 × 15? 24 × 15നോട് നോട്ട് ഈക്വൽ അല്ലാത്തത് ഏതാണ്? 12 × 2 × 15, 24 × 3 × 5, 12 × 30, 25 × 14. 25 × 14 ആണ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? 25 × 14 ആയിരിക്കും ഇതിനോട് ഈസ് നോട്ട് ഈക്വൽ അല്ലാത്തത്. അപ്പോൾ ഡൗട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ ഓരോന്നും ചെയ്തിട്ട് ആൻസേഴ്സ് വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 4. The next activity 4 ആണ്. The amount allotted to certain sectors in an annual budget of a gram panchayat is given in the table. അപ്പോൾ എന്താ, സെക്ടേഴ്സും അവർ അലോട്ട് ചെയ്തിട്ടുള്ള എമൗണ്ടും കൊടുത്തിട്ടുണ്ട്. ഹെൽത്ത്, അഗ്രികൾച്ചർ, ഡ്രിങ്കിങ് വാട്ടർ, റോഡ് ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷൻ. ഇനി അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ വിച്ച് സെക്ടർ ഈസ് ദ ലീസ്റ്റ് എമൗണ്ട് അലോട്ടഡ്? ലീസ്റ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് സംഖ്യ അലോട്ട് ചെയ്തിട്ടുള്ളത് ഏതിനാണ് കൂട്ടുകാരെ? അപ്പോൾ എണ്ണി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് ഏതിനാണ്. ഡ്രിങ്കിങ് വാട്ടറിലാണ് ഏറ്റവും കുറവ് എമൗണ്ട് അലോട്ട് ചെയ്തിട്ടുള്ളത്, ഡ്രിങ്കിങ് വാട്ടറിനാണ്. ഇനി വിച്ച് ആർ ദ സെക്ടേഴ്സ് ഫോർ വിച്ച് മോർ ദാൻ 1 crore ഈസ് അലോട്ടഡ്? 1 കോടിക്ക് മേലെ അലോട്ട് ചെയ്തിട്ടുള്ളത് ഏതിനൊക്കെ വേണ്ടിയിട്ടാണ്? ഏതിനൊക്കെയാണ്? അഗ്രികൾച്ചറിനും അതുപോലെ തന്നെ റോഡ് ഡെവലപ്മെൻറ്റിനും. ഇനി എന്താ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ വിച്ച് സെക്ടർ ആൻ എമൗണ്ട് ബിറ്റ്വീൻ 50 lakhs and 60 lakhs ഈസ് അലൗട്ടഡ്? 50 ലക്ഷത്തിനും 60 ലക്ഷത്തിനും ഇടയിൽ അലൗട്ട് ചെയ്തിട്ടുള്ളത് ഏത് സെക്ടറിനാണ്? ഏതാണ്? ഹെൽത്താണ്. അപ്പോൾ സംഖ്യ എമൗണ്ട് നോക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, റൈറ്റ് ആൻ എമൗണ്ട് ലെസ് ദാൻ 10 million ഫ്രം ദ ടേബിൾ. 10 million ലെസ് വരുന്ന ഒരു എമൗണ്ട് ഈ ടേബിളിൽ നിന്ന് എഴുതുക. അപ്പോൾ ഇതിൽ ലെസ് ദാൻ 10 million വരുന്നത് ഏതാണ്? ഹെൽത്തും അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടറും എഡ്യൂക്കേഷനുമാണ്. ഹെൽത്തിൻ്റെ എമൗണ്ടാണ്. റൈറ്റ് ആൻ എമൗണ്ട് എന്നാണ് പറയുന്നത്. ഒരു എമൗണ്ട് എഴുതിയാൽ മതി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആദ്യത്തെ തന്നെ എഴുതാം. അത് എത്രയാണ് നമുക്ക് വായിച്ച് നോക്കാം. 1, 10, 100, 1000, 10,000, lakh, 10 lakh. അപ്പോൾ എത്രയാണ്? 58,25,000 rupees. ഓക്കെ, അപ്പോൾ റൈറ്റ് ആൻ എമൗണ്ട് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഒരെണ്ണം മാത്രം എഴുതിയാൽ മതി. 3 എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. ഇനി എന്താ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ടു ദ ടോട്ടൽ എമൗണ്ട് അലോട്ടഡ് ഫോർ ഓൾ ദ ഏരിയാസ് ഗിവൺ ഇൻ ദ പിക്ചർ? ടോട്ടൽ അലോട്ടഡ് എമൗണ്ട് എത്രയാണ്? അപ്പോൾ ടോട്ടൽ അലോട്ടഡ് എമൗണ്ട് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ഹെൽത്തും അഗ്രികൾച്ചറും ഡ്രിങ്കിങ് വാട്ടറും റോഡ് ഡെവലപ്മെൻറ്റും എഡ്യൂക്കേഷനും ഈ എമൗണ്ടൊക്കെ കൂടിയിട്ട് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും ബിറ്റ്വീൻ 1 crore and 2 crore, ബിറ്റ്വീൻ 2 crore and 3 crore, ബിറ്റ്വീൻ 3 crore and 4 crore, above 4 crore. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ബിറ്റ്വീൻ 3 crore and 4 crore. അപ്പോൾ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റിയാണ് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm ആൻഡ് ഡ്രോ ദ പാറ്റേൺ ഗിവൺ ബിലോ ഓൺ ഇറ്റ്. അപ്പോൾ എന്താ, വരയ്ക്കാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. പൊതുവേ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ വളരെ എളുപ്പമാണ്, അതുകൊണ്ടാണ് അധികം പറയാത്തത്. ജസ്റ്റ് ഇതേപോലെ വരച്ചാൽ മതി. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കണം. ആ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 cm ആണ്. അപ്പോൾ കോമ്പസിൽ നമ്മൾ എന്ത് ചെയ്യണം? 3 cm എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നമ്മളിത് നോക്കിയാൽ മനസ്സിലാവും ഇതെന്താ, ചെറിയ സർക്കിളിൻ്റെ ഒരു പകുതിയും വെച്ച് യോജിപ്പിച്ച് വരച്ചിട്ടുള്ളതാണിത്. അപ്പോൾ ഒരു സർക്കിളിൽ 3ൻ്റെ പകുതി 1.5 സെൻറ്റിമീറ്റർ നമ്മൾ കോമ്പസിലെടുത്തിട്ട് എന്താ, ഒരു സെമി സർക്കിൾ വരയ്ക്കണം. തന്നിരിക്കുന്ന പോലെ വരയ്ക്കുക, പകുതി വരയ്ക്കുക, ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അപ്പുറത്തെ സൈഡിലും വരയ്ക്കുക. അങ്ങനെ 4 സൈഡ് വരച്ചാൽ നമുക്ക് ഈ ഫിഗർ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ,
ഇനി എന്താ അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൻ ബിലോ ആർ സർക്കിൾസ് ഓഫ് റേഡിയസ് 3 cm and 1 cm. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ലൈൻ ഡ്രോൺ ബൈ ജോയിനിങ് സെൻറ്റേഴ്സ് ഓഫ് 2 സർക്കിൾസ്? അപ്പോൾ എന്താണ്, ഈ 2 സർക്കിൾസ് വന്നിട്ടുണ്ട്. ഒന്നിൻ്റെ ഒരു വലിയ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററും ചെറുതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ ആ വരച്ചിരിക്കുന്ന ലൈനിൻ്റെ ലെങ്ത് പറഞ്ഞാൽ എത്രയായിരിക്കും? ലെങ്ത് എന്ന് പറഞ്ഞാൽ 3 + 1 = 4 സെൻറ്റിമീറ്റർ. 4 സെൻറ്റിമീറ്റർ ആണ് ആ ലൈനിൻ്റെ ലെങ്ത്. ഇനി നെക്സ്റ്റ് 6th ആക്ടിവിറ്റി നോക്കാം. ഹൗ മെനി 4-digit numbers can be formed using all the digit 6, 7, 8, 9? ഈ 6, 7, 8, 9 വെച്ചിട്ട് നമുക്ക് എത്ര 4-digit numbers ഉണ്ടാക്കാൻ പറ്റും? എത്രയാണ്? 24 digits ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും. ഇനി എന്താ അതിലെ ബി ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി നമ്പേഴ്സ് വിൽ ബി ദർ വിത്ത് 7 in 1's place? അതിൽ 7 1's പ്ലേസിൽ വരുന്ന എത്ര എണ്ണം ഉണ്ടാവാം? ഇപ്പോൾ ഇത് എഴുതി നോക്കിയാൽ മനസ്സിലാവും എത്ര എണ്ണം ഉണ്ടാവും. 6 എണ്ണം വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി അതിലെ സി ക്വസ്റ്റ്യൻ. among the numbers formed using all the digits 6, 7, 8 and 9, how many odd numbers are there? എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടാവും? അപ്പോൾ നമ്പേഴ്സ് എഴുതിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിൽ ഓഡ് നമ്പേഴ്സ് എത്ര ഉണ്ടെന്ന് എണ്ണിയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഓഡ് നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടാവും? ഓഡ് നമ്പേഴ്സ് 12 എണ്ണം ഉണ്ടാവും. ഇനി അതിലെ ഡി ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി 4-digit numbers can be formed using all the digits 6, 7, 8 and 0? 6ഉം 7ഉം 8ഉം 0യും വെച്ചിട്ട് നമുക്ക് എത്ര 4-digit numbers ഉണ്ടാക്കാം? എത്ര എണ്ണം ഉണ്ടാക്കാം? നമുക്ക് 18 എണ്ണം 18 4-digit numbers ഉണ്ടാക്കാൻ പറ്റും. ഇനി ഈ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ നമ്പർ അക്കോർഡിംഗ് ടു ദ ഹിൻസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഹിൻസ് നോക്കിയിട്ട് നമ്പർ കണ്ടുപിടിക്കുക. അപ്പോൾ നോക്കാം. ഡിജിറ്റ് 0, 4, 6, 8 and 5 are used to form the number. ഈ നമ്പർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച നമ്പേഴ്സ് ഏതൊക്കെയാണ്? 0ഉം 4ഉം 6ഉം 8ഉം 5ഉം ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ നമ്പേഴ്സൊക്കെ അതിലുണ്ട്. 0 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 5 ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ അടുത്ത ഹിന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്പേഴ്സ് ബിറ്റ്വീൻ. അത് എത്രയാണ്? വായിച്ച് നോക്കാം. 1s, 10s, 100, 1000, 10,000, 40,000ൻ്റെയും 50,000ൻ്റെയും ഇടയിലാണ് നമ്പർ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മേലെയുള്ള നമ്പേഴ്സൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഇനി എന്താ? ഇറ്റ് ഈസ് എൻ ഓഡ് നമ്പർ. അപ്പോൾ എന്താ തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ്. ദ ഡിജിറ്റ് ഇൻ ദ 100 place ഓഫ് ദ നമ്പർ ഈസ് 0. 100 പ്ലേസിൽ വരുന്ന ഡിജിറ്റ് ഏതാണ്? 0യാണ്. The number formed by the 3 middle digit between 600 and 700. The number formed by 3 middle digit. 3 മിഡിൽ ഡിജിറ്റിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 600ൻ്റെയും 700ൻ്റെയും ഇടയിലാണ്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ആ നമ്പർ? ഇപ്പോൾ എന്തൊക്കെ നമുക്ക് കിട്ടി? ഡിജിറ്റിൽ യൂസ് ചെയ്തിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 0ഉം 4ഉം 6ഉം 8ഉം 5ഉം ആണെന്ന് നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ 40,000ൻ്റെയും 50,000ൻ്റെയും ഇടയിലാണ് നമ്പർ എന്ന് കിട്ടി. ദെൻ അടുത്ത ഹിന്റ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എൻ ഓഡ് നമ്പർ. ഒരു ഓഡ് നമ്പർ ആണെന്ന് കിട്ടി. പിന്നെ നമുക്ക് കിട്ടിയത് എന്താ? 100 പ്ലേസിലെ നമ്പർ എന്ന് പറയുന്നത് 0യാണ്. പിന്നെ നമുക്ക് കിട്ടിയത് എന്താ? എന്താ പറയുക? നടുവിലത്തെ 3 ഡിജിറ്റ് എന്ന് പറയുന്നത് 600ൻ്റെയും 700ൻ്റെയും ഇടയിലാണ് എന്നും നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്പർ ഏതായിരിക്കും? നോക്കിയൊക്കെ ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓപ്ഷൻ ഡി ആണ്. 46,885 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ്. അതിലാണ് വരുന്നത് എന്ത് നമ്പർ എന്ന് പറയുന്നത്? 40,000ൻ്റെയും 50,000ൻ്റെയും ഇടയിലാണ്. ദെൻ ഓഡ് നമ്പർ ആണ്. ദെൻ 100 പ്ലേസ് 0 ആണ്. ദെൻ സെൻട്രലത്തെ 3 ഡിജിറ്റ് എന്ന് പറയുന്നത് 600ൻ്റെയും 700ൻ്റെയും ഇടയിലാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി 7 എന്താണെന്ന് നോക്കി നോക്കാം. ദെൻ ആക്ടിവിറ്റി 7 നോക്കാം. There are
1775 students in a school, it was decided to distribute ladoos to all students on the occasion of Praveshanotsava. If each packet bought contains 25 ladoos, how many packets of ladoos will be there? എന്താണ്, ഒരു സ്കൂളിൽ 1775 സ്റ്റുഡൻസ് ഉണ്ട്. ഓരോ കുട്ടികൾക്കും ഓരോ ലഡു വീതം വേണം. അങ്ങനെയാണെങ്കിൽ ഇഫ് ഈച്ച് പാക്കറ്റ് ബോട്ട് കണ്ടെയ്ൻസ് 25 ലഡൂസ്, ഓരോ പാക്കറ്റിലും 25 ലഡൂസ് വീതമുണ്ടെങ്കിൽ ഹൗ മെനി പാക്കറ്റ്സ് ഓഫ് ലഡൂസ് വിൽ ബി ദർ? എത്ര പാക്കറ്റ്സ് ലഡൂസ് അവിടെ ഉണ്ടാവാം? അപ്പോൾ ആകെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 1775 ആണ്. പാക്കറ്റ്സിൽ എത്ര ഉണ്ട്? 25 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് പാക്കറ്റ്സ് കാണാൻ 1775 ഡിവൈഡഡ് ബൈ 25 ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് 71 കിട്ടും. ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ, 225 more ladoos were bought for guests. Each packet contained 15 ladoos. എന്താണ്, 225 more ladoos bought for guests. അപ്പോൾ 225 ലഡൂസ് കൂടുതലായിട്ട് മേടിച്ചു ഗസ്റ്റിന് വേണ്ടി. ഈച്ച് പാക്കറ്റ്സ് കണ്ടെയ്ൻസ് 15 ലഡൂസ്, ഓരോ പാക്കറ്റിലും 15 ലഡു വീതാണുള്ളത്. ഹൗ മെനി മോർ പാക്കറ്റ്സ് ലഡൂസ് വർ ബോട്ട്? എത്രയാണ് 225 ലഡൂസാണ്. 15 എണ്ണം ഉണ്ട് ഓരോ പാക്കറ്റിലും. അപ്പോൾ നമ്പർ ഓഫ് പാക്കറ്റ്സ് കാണാൻ 225 ഡിവൈഡഡ് ബൈ 15 ചെയ്യുക. അപ്പോൾ ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് പാക്കറ്റ്സ് ഈസ് ഈക്വൽ ടു 15 എന്ന് കിട്ടും. ഇനി അതിലെ സി ക്വസ്റ്റ്യൻ, 20 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 4, ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു 2000 ഡിവൈഡഡ് ബൈ 5. 20 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 4 ആണെങ്കിൽ 2000 ഡിവൈഡഡ് ബൈ 5 എത്രയായിരിക്കും? 4 × 10, 40 × 100, 4 × 100, 4 × 20. ആൻസർ എന്തായിരിക്കും? 4 × 100. അതായത് സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.